പക്ഷേ സജീവമാണ്. ഫ്രാങ്ക്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെന്നാൽ ഫ്രാങ്ക്ലിൻ ഫോണിലൂടെ ആരെയും ബന്ധപ്പെടുകയില്ല, നേരിട്ട് വീട്ടിൽ ചെല്ലുകയുള്ളൂ. അത് അയാളുമായിട്ട് ഇടപഴകിയതിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. അതും എനിക്കറിയില്ല. വല്ല അട്ടിമറിയോ വല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു നീക്കുപോക്കും ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് നമുക്കുള്ള പ്രയാസം. അതിനുശേഷം ഞാൻ എൻ്റെ മോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഒരു സഹോദരൻ വഴി ഞാനത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുകയാണ് ചെയ്തത്. ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, എൻ്റെ മൊഴി എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മൊഴി കൊടുത്തായിരുന്നു. എല്ലാം സത്യസന്ധമായിട്ട് തന്നെ. നമുക്കതിൽ കള്ളത്തരമൊന്നുമില്ലല്ലോ. നമുക്ക് ഈ ഒരു കേസ് വന്നിട്ട് തെളിയിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. അപ്പോൾ അത് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവർക്ക് അഴിച്ചു കൊടുക്കുകയോ എടുക്കുകയോ എല്ലാം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വൻ സാമ്പത്തിക ഇടപാട് ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. സാമ്പത്തികം നല്ലതുപോലെ ഇവരുടെ കയ്യിലും ഉണ്ട്, അതറിയാം. എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് 50 ലക്ഷം രൂപ ബ്ലേഡ് പലിശ കൊടുത്തിട്ട് 50,000 രൂപ ഒരു മാസം എനിക്ക് പലിശ കിട്ടണമെന്നാണ് ഫ്രാങ്ക്ലിൻ പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇത്രയും നാളും വാടകയ്ക്ക് താമസിച്ച് നടന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കൊരു വീട് വെക്കാൻ പാടില്ലായിരുന്ന എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, എനിക്ക് 50,000 രൂപ പലിശ കിട്ടുന്നുണ്ട്, 50 ലക്ഷം രൂപ പലിശക്ക് കൊടുത്തിട്ട്. അപ്പം പിന്നെ എനിക്ക് 5,000 10,000 വീട്ടു വാടക പോയാലും എനിക്ക് ബാക്കി മിച്ചാണ്, വീട്ടു ചിലവും കഴിഞ്ഞ് മിച്ചാണ്. ബിന്ദുവിൻ്റെ പണവും തട്ടിയെന്നുള്ളതാണ് ആ വോയിസിൽ എനിക്ക് മനസ്സിലായത്. ബിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് അന്നേരം തന്നെ ഫ്രാങ്ക്ലിൻ 10 ലക്ഷം കൊണ്ടുപോകുന്നെന്നാണ് പറയണത്. ഫ്രാങ്ക്ലിനാന്ന്. ഞാനത് എല്ലാവരോടും ചോദിച്ചു. ഇത്രയും നാളായിട്ട് ഈ കേസിൻ്റെ തൊട്ടു പുറകിൽ തന്നെ ഈ സെബാസ്റ്റ്യൻ കഴിഞ്ഞ തൊട്ടു പുറകിലുള്ള എൻ്റെ ഒരു അറിവ് വെച്ച് സെബാസ്റ്റ്യൻ കഴിഞ്ഞ തൊട്ട് പറ്റേ നിൽക്കുന്ന ആളാണ് ഫ്രാങ്ക്ലിൻ. ഈ ഫ്രാങ്ക്ലിൻ്റെ പേര് എന്തുകൊണ്ട് ഇതുവരെയും വന്നില്ല? സ്വാധീനമുണ്ട്. പോലീസിൽ വരെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്. പല പോലീസുകാരും അവരുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പൈസ കൊടുക്കേണ്ടടുത്ത് പൈസ കൊടുത്ത് തന്നെ അത് ഒതുക്കി നിർത്തിയിട്ടുള്ളതാണ്. പുള്ളിയുടെ ആ ഒരു മനോഭാവം നമുക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ആ വീട്ടിലോട്ട് പോകാതെ എടുക്കാതെയൊക്കെ ഇരുന്നത്. കച്ചവടം എന്ന് പറയണതാണ് 2012 ഇവിടെ താമസത്തിന് വന്നതിന് ശേഷം ഒരു ഭൂമി കച്ചവടം ചെയ്തതായിട്ട് ഞങ്ങൾക്കാർക്കും അറിവില്ല. പിന്നെ ഇത് എനിക്ക് തോന്നണേ ഇതിനൊരു മറയെ പിടിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ടീമാണ്. സോഡാ പൊന്നപ്പന് അതിലൊരു ചെറിയൊരു കഥാപാത്രം ആകാനേ സാധ്യതയുള്ളൂ. അയാൾ എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ആ കഥ എന്നോട് പറയത്തില്ലായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ ഞാനത് റെക്കോർഡ് ചെയ്ത് വെച്ച് ഞാനത് ആഴക്കണ്ടടുത്ത് കൊടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിന് തന്നെ കൊടുക്കുകയും ചെയ്തു. സത്യം വെളിച്ചത്ത് വരണം, അതാണ് എൻ്റെയും പ്രതീക്ഷ. സത്യം വെളിച്ചത്ത് വരണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ജീവൻ പണയം വെച്ചിട്ടുള്ള പോരാട്ടമാണ് ഇതൊക്കെ. അവരൊക്കെ എന്നോട് പറയുകയും ചെയ്ത്, ഇത് ചേച്ചിയുടെ പേര് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചേച്ചിന് വെച്ചേക്കല്ലെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. അതൊന്നും നമ്മൾ പേടിക്കണില്ല, ഒരിക്കലും നമ്മൾ പേടിക്കണില്ല. അപ്പോൾ അവരോടും പറഞ്ഞ ഇതാണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാലും സത്യം തെളിയുന്നുണ്ടെങ്കിൽ തെളിയട്ടെ, അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ 24-ലൂടെ നടത്തിയിട്ടുള്ളത്. ബിന്ദു പത്മനാഭൻ കേസിലാണ് ആ വെളിപ്പെടുത്തൽ വരുന്നത്. ബിന്ദു കൊല്ലപ്പെട്ടു എന്ന് പറയുകയാണ്. ശശികല എന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കേട്ടത്. സെബാസ്റ്റ്യൻ ഉൾപ്പെടെ 2 പേരാണ് ഈ പാതകത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്ന് പറയുകയാണ്. അതായത് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് കൊല നടത്തിയത് എന്ന് പറയുന്നു. ഫ്രാങ്ക്ലിൻ എന്ന പേര് ഇതാദ്യമായാണ് കേൾക്കുന്നത്. പക്ഷേ അയാൾ സെബാസ്റ്റ്യനൊപ്പം തന്നെ പ്രവർത്തിക്കുന്നയാളാണ് എന്നതാണ് ശശികല എന്ന വീട്ടമ്മ ഇപ്പോൾ വെളിപ്പെടുത്തിയത്. പള്ളിപ്പുറത്തെ വീട്ടിലെ സെബാസ്റ്റ്യന്റെ വസതിയിലെ ശുചിമുറിയിൽ ഇട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ബിന്ദു പത്മനാഭനെ എന്ന് പറയുകയായിരുന്നു. സ്വത്ത് തട്ടിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് അവർ പറയുന്നു. ഒപ്പം സോഡാ പൊന്നപ്പൻ എന്നയാൾ ഒരു ഇടനിലക്കാരനാണ്, വസ്തു കച്ചവടത്തിലും മറ്റും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നയാളാണ്. അയാളാണ് ഈ കാര്യം തന്നോട് പറഞ്ഞത്. അയാളുടെ ശബ്ദ സന്ദേശം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുള്ളതാണ് എന്നുകൂടി ഈ വീട്ടമ്മ പറയുകയാണ്.